നമസ്കാരം. എളുപ്പത്തിലൊരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. ബീഫ് കറി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയ 1 കിലോ ബീഫ് ഒരു പ്രഷർ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മീറ്റ് മസാല 2 ടീസ്പൂൺ, ഇതിനോടൊപ്പം തന്നെ 6 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പച്ചമുളക് 2 എണ്ണം ചോപ്പ് ചെയ്തത്, ഉപ്പ് 1/2 ടീസ്പൂൺ, വിനീഗർ 1/2 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കുക. ഇത് കറി ആയതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്, അല്ലെങ്കിൽ ബീഫ് വേവിക്കാൻ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പ്രഷർ കുക്കർ അടച്ച ശേഷം തീ ഓണാക്കി കൊടുക്കാം. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ തീ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 3-4 വിസിൽ ലോ ഫ്ലെയിമിലും ആയിരിക്കണം. ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 6 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉടൻ തന്നെ 1 കപ്പ് ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ബീഫ് പ്രഷർ കുക്ക് ചെയ്യാൻ നേരം നമ്മൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ 1 ടീസ്പൂൺ കൂടെ, ടോട്ടൽ 2.5 ടീസ്പൂൺ ഉപ്പാണ് ഈ കറിക്ക് നമ്മൾ ചേർക്കുന്നത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ. ഈ മസാല പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഏകദേശം 1/2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അത് വേവാൻ ഉപയോഗിച്ച വെള്ളത്തോടു കൂടി ഇതിനകത്ത് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് അധികം തിളപ്പിക്കരുത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ചേർത്താൽ മതി. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.